ആ പറയണ ആന തെണ്ടാൻ പോയതാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. എല്ലാവർക്കും എത്തി ബ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇന്ന് ഞാനുള്ളത് തിരൂര് വാക്കാടിലാണ്. വാക്കാട് നേർച്ചയാണെന്ന് അതിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മളെ ബ്ലോഗിലുള്ളത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പം പുതിയങ്ങാടി നേർച്ചയുടെ ഭാഗമായിട്ടുള്ള ചപകര വരവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാട്ടോ. ഈ ഒരു വരവ് അവിടെ എത്തി കഴിഞ്ഞാലാണ് നമ്മുടെ പുതിയങ്ങാടി നേർച്ച സമാപിക്കുക. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണാതിരിക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നേരെ വീഡിയോ ടാറ്റാ ബൈ. വാക്കാട് ജംഗ്ഷനിൽ എങ്ങനെ വെച്ചാൽ ഈ കടപ്പുറം ആ ഭാഗത്തേക്കാണ് ഈ ഒരു പള്ളി വരുന്നത്. പള്ളിൻ്റെ ആ ഭാഗത്തേക്കാണ് പിന്നെ നമ്മൾ നടന്നുകൂടെ നല്ല ക്രൗഡ് ഉണ്ട്. പുതിയങ്ങാടിത്തേനെക്കാട്ടിയും ക്രൗഡ് തോന്നുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ. അതേപോലെ തന്നെ നല്ല കച്ചവടക്കാരൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതേപോലെ തന്നെ നല്ല വൈബായിരുന്നു. പിന്നെ നമുക്ക് അവിടെ നിന്ന് അങ്ങനെ സംസാരിക്കാൻ പറ്റും തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൊത്തത്തിൽ ഈ പാട്ടിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ കോപ്പറേറ്റ് വരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും മാക്സിമം നമ്മൾ കവർ ചെയ്യാൻ നോക്കാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു റോഡ് ഷോ ഉണ്ട്, അതിന് വേണ്ടി കിടക്കും. ഇതാട്ടെ ജംഗ്ഷൻ, വാക്കാട് ജംഗ്ഷൻ. നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് കേട്ടോ. ഇതിൽ കൂടെ എങ്ങനെ പോകാന്നുള്ള ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് അവിടെ പോയി വെക്കാം. ഇവിടെ കൂടി നമ്മൾ എങ്ങനെയാണ് കിടക്കുക? കുറെ ആൾക്കാർ നോക്കുന്നുണ്ട്. നല്ല കച്ചവടക്കാരും ആളുമായിട്ട് നല്ല വൈബായിട്ടുണ്ട് കേട്ടോ. സംഭവം അടിപൊളി. ഇവിടെ പാട്ടിട്ടായതുകൊണ്ട് നമുക്കിതിങ്ങനെ കിടന്ന് ചിലമ്പുണ്ടാവും തോന്നുന്നു. ഏതായാലും ക്ഷമിക്കുക, പൊറുക്കുക, വീഡിയോ കാണുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അടിപൊളി. എന്ത് തിരക്കാണ് ഇവിടെ. അവിടെ കുറേ കച്ചവടം ഉണ്ട് കേട്ടോ. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ വന്നിട്ട് അവിടെ നിന്നിട്ടാണ് ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ അവിടെ ഇപ്പൊ അവിടെയാണ് ഫുള്ള് കാർണിവൽ എല്ലാം വരുന്നത്. ആ ഒരു സൈഡിലാണ് കേട്ടോ. സോറി, പിന്നെ കാർണിവൽ വരുന്നത് ആ സൈഡിൽ നമ്മൾ നേരത്തെ കാണിച്ച ഭാഗത്തായിരുന്നു. ഇത് ഒരു കുറച്ചാണ്ട് നടക്കാണ്ട് കുറയാണ്ട് പോകാണ്ട്. ബ്രോ, എന്താ പറയുക, പള്ളിന്റെ ഭാഗത്താണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നാണ്ട് വരവ് സ്റ്റാർട്ട് ചെയ്യാം. നല്ല അടിപൊളി വൈബാണ് കേട്ടോ. അവിടെ നിന്ന് എന്താ പറയാ, വരവായിട്ട് റോഡ് ഷോ സ്റ്റാർട്ട് ചെയ്യും. അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ് അവിടെ നല്ല തിരക്ക് കാണുന്നുണ്ട്. പിന്നെ കുറെ ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്, അതേപോലെ തന്നെ കുറെ ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരു കുഞ്ഞുമാവെ പോകുന്നത്. ഹായ്, ഹലോ. വാക്കാട് നേരത്തെ നടക്കുന്ന ആ ഒരു പള്ളിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തലാശ പറയുന്നത് അടുത്ത പ്രാവശ്യം എന്തായാലും വരണമെന്ന്. പിന്നെ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. അവിടെ അതാ വെടിക്കെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഹായ്, ജയിപ്പിക്കുക.
ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നത് വാക്കാട് ബദറുദ്ദ മദ്രസന്റെ തൊട്ട മുന്നിലുള്ള ഗ്രൗണ്ടിലാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ നിന്നാണ് ചാപ്പക്കാര വരവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെപോലെ തന്നെ ഇവിടുന്ന് ഇപ്പോൾ റോഡ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റോഡ് ഷോക്ക് ആന വരാണ്ട് അതിന് വെയിറ്റ് ചെയ്യാണ്. 9:30 മണിക്കൊക്കെയാണെന്ന് തോന്നുന്നു റോഡ് ഷോ. ഒരു 9:15 ആയിട്ടുണ്ട്. അത് ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുക. അതേപോലെ തന്നെ ഇവിടെ ചെറുതായിട്ട് വെടിക്കെട്ടൊക്കെ കണ്ടിട്ടാണ്. വിളിച്ചു പൈസ മുതലായി പറഞ്ഞത്. ഇതിന്റെ അപ്പുറമാണ് ക്രൗഡ് ഉണ്ടോ. ഇതിന്റെ ഈ ഒരു മദ്രസിന്റെ കോമ്പൗണ്ടിൽ, അതായത് ഈ മദ്രസിന്റെ കോമ്പൗണ്ടിലാണ് ഈ എല്ലാ സംഭവങ്ങളും നടക്കുന്നത്. അതേപോലെ തന്നെ അതിന്റെ തൊട്ടടുത്തന്നായിട്ടാണ് തൊട്ടടുത്തന്നായിട്ടാണ് ഈ ഒരു മക്കാമ വരുന്നത്. ആ മക്കാമിന്റെ അവിടെ ഈ ഒരു ഈ ഒരു സംഭവം കഴിഞ്ഞ് ഞാനിവിടെ ആനനെ കാണാൻ വേണ്ടിയിട്ട് ഒരുത്തിനോട് ചോദിച്ചു ചെയ്ത്. അപ്പൊ പറയണ ആന തെണ്ടാൻ പോയതാണ്. ആന തെണ്ടാൻ പോയത് മീൻസ് ഇവിടെ ഉള്ള വീടുകളിലൊക്കെ ഇങ്ങനെ നടക്കുമല്ലോ, ഇങ്ങനെ ഈ വരവ് പോലെ ഇങ്ങനെ നടക്കും. എന്നിട്ട് അവിടുന്ന് എന്താ പറയാ ക്യാഷൊക്കെ വാങ്ങിക്കൂലേ, ക്യാഷ് അതിന് ഫുഡെല്ലാം മേടിക്കും. ആ ഒരു സംഭവമാണത്. എനിക്കത് പെട്ടെന്ന് അവനെ പറഞ്ഞപ്പോൾ എനിക്ക് തിരികെ വന്നു ആന തെണ്ടാൻ പോയതെന്ന്. ഇതാണ് നമ്മളെ വാക്കാട് നേർച്ചയ്ക്ക് കൊണ്ടുവരുന്ന ആന കേട്ടോ. അക്രമേൽ പ്രസാദ് എന്ന് പറഞ്ഞ ആനയാണ്. നല്ല ഡാൻസ് ചെയ്യുന്നുണ്ട്, അടിപൊളി വൈബ്. പക്ഷെ ഇവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അടിപൊളി. ഫുൾ ടൈം ഇവർ ഡാൻസ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ വന്നവർക്കൊന്നും അങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ആളാണ്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് നെറ്റിപ്പട്ടൊക്കെ കെട്ടി തമയങ്ങളൊക്കെ ആക്കിയിട്ട് അടിപൊളിയാക്കാനൊക്കെ കൊണ്ടുപോകും. പിന്നെ നമ്മൾ ഈ റോഡ് ഷോ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. റോഡ് ഷോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് എല്ലാവരും അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ ആനെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരുന്നു. പക്ഷേ ഈ ലൈറ്റ് ഇടേണ്ടിന്ന് ഇവിടെ അല്ലേ, അതുകൂടി ഉണ്ടെന്നിട്ട് സെറ്റായിരുന്നു. വാക്കാട് നേർച്ചയ്ക്കുള്ള ആനനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആന ഇവിടെ വരുന്നുണ്ട്. നമുക്ക് കുറച്ച് ഫ്രണ്ട്സിലാണ് പോവാം. ഇനി അവിടെ കൊടുത്തിട്ട് ആ ഒരു ഗ്രൗണ്ട് കൊടുത്തിട്ട് ഇവർ ഈ നെറ്റിപ്പട്ടൊക്കെ കെട്ടി ചമയൊക്കെ കെട്ടി നല്ല സെറ്റപ്പ് ആക്കും. അതേപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ലേലം വിളിയുണ്ട്. ഈ ഒരു ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രൗണ്ടിൽ നേരെ കഴിഞ്ഞ ശേഷം ഇവിടെ ഒരു ലേലം വിളിയുണ്ട്. അത് കാണാൻ വേണ്ടി ലേലം വിളി കാണാൻ വേണ്ടി വന്നതാണ്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഞാൻ ഈ ലേലം വിളി ആദ്യമായിട്ടാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് പിന്നത്തെ ആഴ്ചയൊക്കെ ഈ ഒരു നേർച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ലേലം വിളി ആദ്യമായിട്ടാണ്. അപ്പോൾ ഏതായാലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കാം. ഓക്കെ, എല്ലാം തന്നെ ആനയുടെ ലേലവിളി ആരംഭിക്കുന്നു. വാക്കാട് മഹല്ല നിവാസികൾക്ക് താല്പര്യമുള്ള മഹല്ല നിവാസികൾക്ക് ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള വാക്കാട് മഹല്ല നിവാസികൾ സ്റ്റേജിന് മുൻവശത്ത് എത്തിച്ചേരണമെന്ന് സംഘാടക സമിതിക്ക് വേണ്ടി അറിയിക്കുന്നു. ആനൻ്റെ സമയങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആനൻ്റെ മാലയാണ് ഇപ്പോൾ ഫൈനലി നമ്മൾ ആനൻ്റെ മാല നമ്മളല്ല അവർ മാല ഇടുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് വേറെ എന്തോ ഒരു സാധനം കൂടി ചെയ്യുന്നുണ്ട്. കാലിലെല്ലാം സംഭവങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്, പാദസരമൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ആന കേട്ടോ. സംഘാടകരാണ്. കഴിഞ്ഞ വർഷം കണ്ടതാണ്, ഇവിടെ വന്നപ്പോഴാണ് ശരി. അങ്ങനെ നമ്മൾ ലേലം വിളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 15 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരനാണ് കേട്ടോ വിളിക്കുന്നത്. 16 അവിടെ ലൈറ്റ് ഉണ്ടായതുകൊണ്ടാണ് ആളെ മനസ്സിലാവാത്തത്. 17 ആരെന്താ വിളിക്കാത്ത? 17 17
18 വിളിച്ചിരിക്കുന്നു, 19 വിളിച്ചിരിക്കുന്നു. ആ അപ്പോഴാണ് വൈബായത് കേട്ടോ. 20, 22, 22, 22 അവിടെ വെടിക്കെട്ട് കമ്മ കത്തിക്കുന്നു. 20, 23, 23, 24, 24, 24 ഒരു വട്ടം. നാട്ടുകാർക്ക് മാത്രമേ പെർമിഷൻ ഉള്ളൂ, പുറത്ത് കാര്യമില്ലല്ലേ. ഇത് ഈ മഹലിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഉണ്ട് ഈ ലേലം വിളിയിൽ പങ്കെടുക്കാനുള്ള പെർമിഷനുള്ളൂ. നാട്ടുകാർക്കാർക്കും വിളിക്കാം. 24 ഇങ്ങനെ നിൽക്കണം. അങ്ങനെ നല്ല തീറ്റിക്കാണ്. 25 വിളിച്ചിരിക്കുന്നത്. 26. ഇവിടെ ആരെ കട്ടക്ക് വിളിക്കണ്ടല്ലോ. 26 വരെ വിളിച്ചത്. ഏയ് മഹലിലുള്ളവർക്ക് മാത്രം. 26, 26 ഒരു വട്ടം. 26 തീരുമാനമായി എന്നാ തോന്നുന്നു. 2 വട്ടമായിട്ടുണ്ട്. 3ാമത്തെ വട്ടം ആന ദിവസം കൊണ്ടുണ്ടായിരുന്നു. ആനക്ക് പോകാൻ നേരം കഴിയും തോന്നുന്നു. ആന നല്ല ഡാൻസിങ് ആണ് കേട്ടോ. അതെ പോണു 27 വിളിച്ചിട്ടോ. 27. അതെ, ഒറ്റ ആനായിട്ടാണ് ഇട്ടത്. വിളി കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ കവറിന് അവിടെ കൊടുക്കാനുള്ള പൈസ എന്തായാലും 27 2 വട്ടം. 27 ഉറപ്പിച്ച്. 27 തീരുമാനമായി. റോഡ് ഷോക്ക് അവിടെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ശാന്തക്കാരുടെ പരമാവധി റോഡ് ഷോയിലോ ഈ വാഹനത്തിന് പിന്നാലെ നാടിന്റെ മധ്യമതഗതിയിൽ എത്തിച്ചേർന്ന അല്ലാഹുവിന്റെ വലിയ 7ാം പസരകത്തിന്
ാരുടെ കപ്പലിയോടുകൂടി കടന്നു പ്രിയമുള്ളവരെ ആശീർവദിച്ചാലും ആന്റെ മോഹനങ്ങൾ അർപ്പിച്ചാലും പുതിയ നാട് യാതൊരുത്തപ്പെടുത്താത്തതിനെ കാരിക വരവാഘോഷത്തിൽ ഈ ഒരു റോഡ് ഷോ TMT കോളേജ് വരെ പോകും. അതിനുശേഷം തിരിച്ച് അങ്ങോട്ട് പോകും. അത് പോയിട്ട് പിന്നെ നേരെ അങ്ങോട്ട് പോകും. വന്ന വഴി തന്നെ പോകും. പിന്നെ അതിനുശേഷമാണ് ചാപ്പക്കാര വരെ സ്റ്റാർട്ട് ചെയ്തത്. ചാപ്പക്കാര വരെ വരാൻ ഇവിടുത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മണിക്ക് ശേഷമാണ്. അപ്പോൾ ഇതൊരു റോഡ് ഷോ ആണ്. ഈ റോഡ് ഷോയിൽ ഇവിടെ ഉള്ള എല്ലാവർക്കും ഇത് കാണാനൊരു അവസരമാണ്. അതുപോലെ ഒരു ആനയായിട്ടുള്ളത് ശരിക്കും 3 ആനയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ 2 ആനക്കൊക്കെ പെർമിഷൻ എന്തോ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഒരു ആനയുണ്ട്. ഈ ആന എന്നിട്ട് അടിപൊളിയായിട്ടാണ്. സെറ്റ് സാധനം, പൊളിച്ച സാധനം. ഇങ്ങനെ ഡാൻസ് കളിച്ച് നല്ല ശരിയായിട്ട് മോഹനങ്ങൾ അർപ്പിച്ചാലും പാട്ടോട് നേരത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യും. ഈ ഒരു റോഡ് ഷോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ വാഴക്കാട് നേരത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ, ബൈ ബൈ.